കാട്ടുതീക്കൊപ്പം ഒരു നിഗൂഢ രോഗം കൂടി അമേരിക്കയെ വലയ്ക്കുന്നു. ഹവാന സിൻഡ്രോം എന്ന രോഗമാണ് അമേരിക്കയെ കാട്ടുതീക്കൊപ്പം പിടിമുറുക്കുന്നത്. രോഗത്തിന് പിന്നിൽ ശത്രു രാജ്യങ്ങളാണെന്ന് അമേരിക്കയിലെ രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അമേരിക്കയ്ക്ക് നേരെ ശത്രു രാജ്യങ്ങൾ പ്രയോഗിച്ച ബയോ വെപ്പണാണ് രോഗമെന്നതായിരുന്നു അവരുടെ പക്ഷം. ആ കണ്ടെത്തലുകളെ തിരുത്തുന്നതാണ് പുതിയ റിപ്പോർട്ട്. അമേരിക്കയിലെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ രോഗത്തിന്റെ സൂചനകൾ പ്രകടമായി തുടങ്ങുന്നത് 2016-ലാണ്. അമേരിക്കൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് പെട്ടെന്ന് കടുത്ത തലവേദന പിടിപെടുന്നു. തലവേദന പിന്നീട് തലകറക്കം, ബോധക്കേട്, ഓർമ്മക്കുറവ് എന്നിവയിലേക്ക് എത്തിക്കുന്നു. പിന്നീട് ലോകത്ത് കൂടുതൽ ആളുകളിലേക്ക് ഈ രോഗം വ്യാപിക്കുന്നു. അമ്പരപ്പിക്കുന്ന കാര്യം, രോഗബാധിതരെല്ലാം അമേരിക്കയുടെ നയതന്ത്രം, ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്തവരാണ് എന്നതാണ്. ചൈന, ഓസ്ട്രേലിയ, റഷ്യ എന്നീ രാജ്യങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സാധാരണമായൊരു രോഗം, വളരെ സാധാരണമായ രോഗലക്ഷണങ്ങൾ. എന്നാൽ ദുരൂഹത നിറയ്ക്കുന്നത് അത് അമേരിക്കയുടെ സർക്കാർ മേഖലയിലെ ഉദ്യോഗസ്ഥരെ മാത്രം ബാധിക്കുന്നതിനാലാണ്. നയതന്ത്ര ഉദ്യോഗസ്ഥരിലാണ് ആദ്യം ഈ രോഗം കണ്ടെത്തിയതെങ്കിലും പിന്നീട് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കും രോഗം റിപ്പോർട്ട് ചെയ്തു. അമേരിക്കക്കെതിരെയുള്ള ബയോ വെപ്പണായിരിക്കാം രോഗമെന്നുള്ള സാധ്യത തള്ളിക്കളയാകുന്നതല്ല. അങ്ങനെയാണ് ഹവാന സിൻഡ്രോം എന്ന് ഈ നിഗൂഢ രോഗത്തിന് പേര് നൽകിയത്. ബയോ വെപ്പൺ എന്ന നിഗമനത്തിൽ അവസാനിപ്പിക്കാനാകില്ല. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തണം. കാരണം ആ നിഗൂഢ രോഗത്തെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള ആശങ്കകളും അതിനോടകം തന്നെ ഉടലെടുത്തിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല, രോഗപ്പേടിയിൽ രാജ്യത്തെ സർക്കാർ മേഖലകളിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്കും രൂക്ഷമായിരുന്നു. അതേ തുടർന്ന് ഉദ്യോഗസ്ഥരുടെ യാത്രകൾക്ക് അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തി. അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ മാത്രം പ്രകടമായ അപൂർവ രോഗത്തിന്റെ നിഗൂഢത തെളിയിക്കാൻ ആരോഗ്യ സ്ഥാപനങ്ങളും മാധ്യമ ഏജൻസികളും മുന്നിട്ടിറങ്ങി. എന്നാൽ ഒരാൾക്ക് പോലും രോഗത്തിന്റെ ഉറവിടം ഏതാണെന്ന് കണ്ടെത്താനായില്ല. പക്ഷേ അവർ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. വിഷരാസവസ്തുക്കളോ പകർച്ചവ്യാധികൾക്ക് കാരണമായ അണുക്കളോ അല്ല രോഗത്തിന് കാരണം. മറ്റെന്താണ് കാരണം? അതുമായി ബന്ധപ്പെട്ടതൊന്നും കണ്ടെത്താനായിട്ടില്ല. ഈ രോഗപ്പകർച്ചയുടെ ദുരൂഹത തേടിയുള്ള അന്വേഷണങ്ങൾ ഇന്നും തുടരുകയാണ്. ഇപ്പോഴിതാ രോഗത്തിനു പിന്നിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ ഇല്ലെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ട്. പക്ഷേ അത് തെളിയിക്കുന്ന തെളിവുകളൊന്നും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. മുൻപ് രഹസ്യാന്വേഷണം നടത്തിയ 7 ചാരസംഘടനകളുടെയും നിഗമനം സംഭവത്തിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ ഉണ്ടെന്നതായിരുന്നു. ശത്രു രാജ്യങ്ങൾ അമേരിക്കയ്ക്കു നേരെ വൈറസിനെയോ മറ്റോ ആയുധമാക്കി പ്രയോഗിച്ചതാകാമെന്ന് ഒരു സംഘം പറയുമ്പോൾ മറ്റു ചില രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അത് തള്ളിക്കളയുന്നു. കണ്ടെത്തലുകളിലെ വാദപ്രതിവാദങ്ങൾ തുടരുമ്പോൾ മറ്റൊരിടത്ത് രോഗം ബാധിച്ച ഉദ്യോഗസ്ഥർ ഇപ്പോഴും അതേ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവർക്ക് സമയബന്ധിതമായി കൃത്യമായ വൈദ്യസഹായം നൽകണം. ദീർഘകാല ക്ലിനിക്കൽ ഫോളോ അപ്പുകൾ അവർക്ക് അത്യാവശ്യമാണ്. എന്നാൽ ഇവരുടെ പരിചരണത്തിന് കാര്യമായ പരിഗണന സർക്കാർ നൽകുന്നില്ലെന്ന ആക്ഷേപം പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. ഹവാനയ്ക്ക് പിന്നിൽ ഒരു വിദേശ ശക്തി ഉണ്ടെന്ന് തന്നെയാണ് രോഗബാധിതർ വിശ്വസിക്കുന്നത്. ഹവാന സിൻഡ്രോം എന്ന ഈ രോഗത്തെ പറ്റിയുള്ള അന്വേഷണം ദേശീയ സുരക്ഷാ കൗൺസിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഹവാന സിൻഡ്രോം എന്ന നിഗൂഢ രോഗത്തിന്റെ ദുരൂഹത അഴിക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും രാജ്യത്തുയർന്നുകൊണ്ടിരിക്കുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനും വളരെ അത്യാവശ്യമാണ്.